ഗസ വിഷയത്തിൽ ഇടപെടണമെന്ന് റഷ്യയോട് ഫലസ്തീൻ അഭ്യർത്ഥിച്ചു. നിലവിലെ സാഹചര്യം സങ്കീർണവും ഭയാനകരവുമാണെന്നും ഇസ്രായേൽ ഒരു കരാറും പാലിക്കാത്ത രീതിയിൽ മൃഗീയമായിരിക്കുന്ന കൂട്ടക്കൊല ആരംഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിരിക്കുന്ന സഹായ സഹകരണങ്ങൾ അമേരിക്ക ഇസ്രായേലിന് ചെയ്തു കൊടുക്കുന്നതിനാൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വംശീയ ഉന്മൂലനത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതിനാൽ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഫലസ്തീനെ സഹായിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഹമാസിൻ്റെ നേതാവ് റഷ്യയുമായിട്ട് സംസാരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അറേബ്യൻ മീഡിയകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് തുടർച്ചയായ രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് 22 നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ ഈജിപ്തിൽ വെച്ച് പാസ്സാക്കപ്പെട്ടത്. അതിൽ 20-ലധികം രാജ്യങ്ങളാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ ലംഘിക്കുന്നൊരു സ്ഥിതികളോ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടുക മധ്യസ്ഥ രാജ്യങ്ങളാണ് എന്നും അവർ ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും എന്നും കരാർ വ്യവസ്ഥയിൽ പറയുന്നു. എന്നാൽ ഏകദേശം 500ഓളം തവണയെങ്കിലും കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഇസ്രായേൽ ഈ വ്യവസ്ഥ ലംഘിക്കുകയും 300ഓളം ആളുകളെ കൂട്ടക്കൊലയ്ക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത മേഖലകളിലും വെച്ച് കൂട്ടക്കൊല ചെയ്യുക എന്നൊരു പ്രവർത്തനത്തിൻ്റെ തുടർച്ച ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്നതിനാൽ ഇത് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട 22 രാജ്യങ്ങളും അല്ലെങ്കിൽ 20-ൽ കൂടുതൽ രാജ്യങ്ങളും ഇപ്പോൾ മൗനത്തിലാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും നിരപരാധികൾ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്നൊരു സാഹചര്യമുണ്ട് എന്നതിനാൽ ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഗസയ്ക്ക് വേണ്ടിയിട്ട് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി അതിനെ പ്രതികരിക്കാമെന്ന് റഷ്യയുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ 1-2 പ്രാവശ്യം രൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഇസ്രായേലിനെതിരെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരുന്നു. അതിലൊന്ന്, ദ്വിരാഷ്ട്ര ഫോർമുലയല്ലാതെ ഫലസ്തീൻ വിഷയം പരിഹരിക്കാൻ മറ്റൊരു പോംവഴിയില്ലെന്നും അത് സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. രണ്ടാമത്, ഇതിന് ഏറ്റവും ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ 600ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഫലസ്തീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന പരാമർശം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളല്ല ഈ ആക്രമണം നടത്തിയത് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം എന്നായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാര്യം അമേരിക്ക അടക്കമുള്ള ഈ 20-ലധികം രാജ്യങ്ങളെ ഒപ്പിട്ട കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകാതെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അമേരിക്ക പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആരും ഉത്തരം പറയുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഈ കരാർ വ്യവസ്ഥ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ ബാധ്യസ്ഥമാണ്. ആ കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് തങ്ങളെ സഹായിക്കണമെന്നും തങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെന്നും റഷ്യയോട് പറഞ്ഞ സ്ഥിതിക്ക് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു മാനത്തിലേക്കും തീരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അമേരിക്ക സസൂക്ഷ്മം ഈ വിഷയം പരിശോധിക്കുകയാണെന്നുള്ളതും റഷ്യയുടെ ഏതെങ്കിലും നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ ഹമാസ് ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറും എന്നുള്ള അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൗരാവലിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും അവർക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവർക്ക് മരുന്ന് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതിൻ്റെ കടമയും ഉത്തരവാദിത്വം ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന ഹമാസിൽ അധിഷ്ഠിതമാണ്. അതിന് വിഘാതം നിൽക്കുന്ന സമയത്ത് സൈനികപരമായിരിക്കുന്ന ഇടപെടലല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളോ അപേക്ഷകളോ ഏതെങ്കിലും അഭിപ്രായങ്ങളോ ഒരു കാലത്തും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തത്വത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം റഷ്യ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. റഷ്യ വിഷയത്തിൽ ഇടപെടുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരുപക്ഷെ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാര്യം ഇറാൻ
ഇറാനെ സഹായിക്കുന്ന ഒരു സാഹചര്യം മാത്രം റഷ്യ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇസ്രായേലിനകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സംവിധാനങ്ങളും ആയുധങ്ങളും വാരിക്കൂട്ടുന്നതും അതിനെ ക്രോഡീകരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന് എല്ലാവിധ പിന്തുണയും റഷ്യ നൽകുന്നു, അതോടൊപ്പം തന്നെ ചൈനയും നൽകുന്നു. ഈ മേഖലയിൽ അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ തങ്ങൾ പിന്തുണക്കുന്നത് എന്ന് ഇതിന് മുൻപ് തന്നെ ഒരു റഷ്യയുടെ പ്രതിനിധി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അമേരിക്കയാണ് തങ്ങളുടെ ശത്രു എന്നുള്ളതും ഇസ്രായേലിനേക്കാണ് മാരകമായ രീതിയിൽ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാക്കുന്ന അമേരിക്കയാണ്. അതുകൊണ്ട് അവരെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയമുണ്ടാക്കുക, ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തൽ. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അഥവാ റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഈ മേഖലയിലുള്ള യുദ്ധം കഠിനമായിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുമെന്നുള്ളതും ഇതിന് സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. തുർക്കി ഇതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെ താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും തങ്ങൾ ഗസയിലേക്ക് ആയുധങ്ങൾ അയക്കും, ഗസയിലേക്ക് സൈനികരെ അയക്കും, ഭക്ഷ്യധാന്യങ്ങൾ അയക്കും, അതിനെ പ്രതിരോധിക്കേണ്ടി വന്നാൽ തങ്ങൾ അവരെ പ്രതിരോധിക്കുമെന്ന് ഇതിനിടയിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ തുർക്കിയുടെയും ഇറാൻ്റെയും നയങ്ങളും നിലപാടിനോടൊപ്പം തന്നെ റഷ്യ നീങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരിക്കൽ പോലും ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സാഹചര്യത്തിലേക്കും ആ സ്ഥിതിയിലേക്കും യഥാർത്ഥത്തിൽ ഇവിടെ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്ക കപ്പലിനെ അയച്ചു എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് വിശദമാക്കണമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലുമാണ് ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കപ്പലിനെ അയക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ മേഖലയിലേക്കും അതേപോലെ തന്നെ വെനിസുലയുടെ മേഖലയിലേക്കും കപ്പൽ അയച്ചുകൊണ്ട് ഭീതിജനകമായിരിക്കുന്ന ഒരു സാഹചര്യം അമേരിക്ക ലോകത്തിന് മുൻപിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ലോകത്തിന് അറിയാതെ പോകുന്നു. അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടയും പറഞ്ഞു കൊടുക്കേണ്ടയും ഉത്തരവാദിത്തങ്ങൾ അമേരിക്കക്കുണ്ട് എന്ന് വളരെ ശക്തമായിരിക്കുന്ന പ്രതികരണമാണ് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ നയങ്ങളും നിലപാടുകളും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചുരുക്കം. ഇതിനിടയിൽ തന്നെ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തുന്നത് വലിയ വിവാദമായിരുന്നു. അതിന് തുടർച്ചയായ രീതിയിലാണ് തുർക്കും ഇറാനും തമ്മിൽ ചർച്ച നടത്തി എന്നൊരു അഭിപ്രായം പുറത്തു വന്നത്. ഇതിൻ്റെ സാഹചര്യങ്ങളെല്ലാം കൂട്ടി വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതികൾ വലിയ പരുങ്ങലിലാണ്. പിടിച്ചു നിൽക്കാൻ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏറെക്കുറെ ഇസ്രായേൽ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.